എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഗ്രൂപ്പ് ഡി കേസിൽ വീണ്ടും ഒരു അപ്ഡേറ്റ് വന്നേക്കാണ്, ഒരു വലിയ അപ്ഡേറ്റ് വന്നേക്കാണ്. അതായത് ഗ്രൂപ്പ് ഡിയുടെ കേസിന്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹിസ്റ്ററി പറയാം. മീൻസ് 2013 വരെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? 10th ആയിരുന്നു ക്വാളിഫിക്കേഷൻ, SSLC ആയിരുന്നു. അപ്പൊ അതിനുശേഷമാണെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്താക്കി മാറ്റി? ITI ആക്കി മാറ്റി. ഓക്കെ, ITI ക്വാളിഫിക്കേഷൻ വന്നു ഗ്രൂപ്പ് ഡിക്ക്. അതിനുശേഷം 2018 വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു, 2019 വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ സ്ട്രൈക്കും ബാക്കിയെല്ലാം ഇതിന്റെ ഫലമായിട്ട് നടന്നു. അതായത് ക്വാളിഫിക്കേഷൻ 10th ആക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ 2018-19 ഗവൺമെന്റ് വീണ്ടും എന്ത് ചെയ്തു? ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ 10th ആയിട്ട് മാറ്റി. അപ്പൊ 2019 ഗവൺമെന്റ് ഒരു ഓർഡർ ഇറക്കിയായിരുന്നു. അതായത് ഇനി അങ്ങോട്ടുള്ള എല്ലാ ഗ്രൂപ്പ് ഡി പരീക്ഷകളുടെയും ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? ITI ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു ഓർഡർ ഇറക്കിയായിരുന്നു. വീണ്ടും 2024 ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നു, 08/2024. ഇതാണ് CN നമ്പർ. ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ക്വാളിഫിക്കേഷൻ എന്തായി? വീണ്ടും പഴയ പോലെ തന്നെ SSLC ആയിട്ട് ക്വാളിഫിക്കേഷൻ മാറി. സോ SSLC ക്വാളിഫിക്കേഷൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ കുട്ടികൾ, അതായത് ITI പഠിച്ച കുട്ടികൾ, അവർ നേരെ കൊണ്ട് കേസ് കൊടുത്തു. എവിടെ കേസ് കൊടുത്തായിരുന്നു? സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അല്ലെങ്കിൽ കാറ്റ് എന്ന് നമ്മൾ പറയും. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അല്ലെങ്കിൽ കാറ്റ്. ആ കാറ്റിൽ കൊണ്ട് കേസ് കൊടുത്തായിരുന്നു. ഇപ്പൊ ഗേറ്റിൽ ഒരു കാര്യം മനസ്സിലാക്കുക, എങ്ങനെയാണ് സ്ട്രക്ചർ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് കാറ്റ് ആണ്. കാറ്റിന് മേളിലാണ് ഹൈക്കോർട്ട് വരുന്നത്. ഈ ഹൈക്കോർട്ട് മുകളിലാണ് ആര് വരുന്നത്? സുപ്രീം കോർട്ട് വരുന്നത്. ഇങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്. താഴെ കാറ്റ്, കാറ്റിന് മേളിൽ ഹൈക്കോർട്ട്, ഹൈക്കോർട്ടിന് മേളിൽ ആരാണ്? സുപ്രീം കോർട്ടാണ്. ഓക്കെ, അപ്പൊ കാറ്റിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, തൊഴിൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് ഒരാളുടെ ജോലി, അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ, ഇതൊക്കെ പരിഹരിക്കുന്ന എവിടെയാണ്? കാറ്റിലാണ് പരിഹരിക്കുന്നത്. അതിപ്പോ നമ്മുടെ കേരളത്തിലുണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അതുപോലെ തന്നെ സെൻട്രൽ നോക്കുകയാണെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അങ്ങനെ കേസ് എങ്ങോട്ട് പോയി? കാറ്റിലേക്ക് പോയി, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് പോയി. അപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സംഭവിച്ച എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഇത് വേറെ ഒരു അൺഫെയർ ആയിട്ടൊന്നും തോന്നിയില്ല. അതായത് റെയിൽവേ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. പൂർണ്ണമായിട്ടൊരു ഗവൺമെന്റ് ബോഡിയോ ബാക്കിയൊന്നുമില്ല. അവർക്ക് തീരുമാനിക്കാം ക്വാളിഫിക്കേഷൻ എന്താവണം. ഓരോ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? അവർക്ക് തീരുമാനിക്കാം. അപ്പൊ കാറ്റ് നേരെ എന്ത് ചെയ്തു? ഇതൊരു അൺഫെയർ ആയിട്ടുള്ള കാര്യമായിട്ടും തോന്നിയില്ല. കാറ്റ് നേരെ ഈ കേസ് എങ്ങോട്ട് വിട്ടായിരുന്നു? ഹൈക്കോർട്ടിലേക്ക് വിട്ടായിരുന്നു. അപ്പൊ ഈ ഹൈക്കോർട്ടിലേക്ക് വിട്ടപ്പോൾ, ഡൽഹി ഹൈക്കോർട്ടിലേക്ക് വിട്ടപ്പോൾ, ഏത് ഹൈക്കോർട്ടിലേക്ക് വിട്ടു? ഡൽഹി ഹൈക്കോർട്ടിലേക്ക് വിട്ടു. അപ്പൊ ഡൽഹി ഹൈക്കോർട്ടിലേക്ക് വിട്ടപ്പോൾ കുറെ ദിവസം കൊണ്ട് ഈ കേസ് ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേസിന്റെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് ആദ്യം തന്നെ സംഭവിച്ച എന്താണ്? ജഡ്ജ് അങ്ങ് മാറി. അപ്പൊ ജഡ്ജി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല, പുള്ളിയെ മാറ്റണം എന്ന് പറഞ്ഞ് ആദ്യം എന്ത് ചെയ്തു? ജഡ്ജ് അങ്ങ് മാറി. അപ്പൊ ജഡ്ജി മാറിയതിനു ശേഷം പിന്നീടുള്ള ഒരു ഇതിൽ എന്ത് സംഭവിച്ചായിരുന്നു? പിന്നീടുള്ളതിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, അതായത് 9ാമത്തെ ക്ലോസിലാണ് പറയുന്നത്, അടുത്തൊരു വിധി വരുന്നത് വരെ ഈ ഗ്രൂപ്പ് ഡിയുമായിട്ട് ബന്ധപ്പെട്ട് വേറെ നിയമനങ്ങളോ ബാക്കിയോ ഒന്നും നടത്താൻ പാടില്ല. അങ്ങനെ ഒരു ഓർഡർ എന്ത് ചെയ്തു? കോർട്ട് ഇഷ്യൂ ചെയ്തായിരുന്നു. അതിനുശേഷം കേസ് എങ്ങോട്ട് മാറ്റി? ജൂലൈ 26 കേസ് മാറ്റി. അപ്പൊ അതിനുശേഷം എങ്ങോട്ടാ മാറ്റിയത്? മാർച്ചിൽ നിന്ന് നേരെ കേസ് എങ്ങോട്ട് മാറ്റി? ജൂലൈ 26 മാറ്റി. കണ്ടായിരുന്നു? എങ്ങോട്ട് റിലീസ് ചെയ്തായിരുന്നു? ജൂലൈ 26 റിലീസ് ചെയ്തായിരുന്നു. അപ്പൊ ജൂലൈ 26 4ാമത്തെ ശനിയാഴ്ചയാണ്. അതായത് ഇപ്പൊ കഴിഞ്ഞ ജൂലൈ 26 4ാമത്തെ ശനിയാഴ്ചയാണ്. അന്ന് കോർട്ട് ഓഫ് ആണ്, കോർട്ട് അവധിയാണ്. സോ ആ കേസ് നേരെ എങ്ങോട്ട് മാറ്റി? ജൂലൈ 28 ആ കേസ് മാറ്റി. ജൂലൈ 28 എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ്. ഇന്നലത്തേക്ക് എന്ത് ചെയ്തു? വീണ്ടും കേസ് മാറ്റിയായിരുന്നു. അപ്പൊ വീണ്ടും കേസ് മാറ്റി. ഇന്നലെ വൈകുന്നേരം വരെ നമ്മൾ നോക്കിയപ്പോൾ എന്തായിരുന്നു? ഓർഡർ പെൻഡിങ് ആയിരുന്നു. വേറെ ഓർഡർ ഒന്നും വന്നിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഓർഡറും ബാക്കിയൊന്നും വന്നിട്ടില്ല. എന്നിട്ട് ഇന്ന് നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെയാണ് കിടക്കുന്നത്. കിടക്കുന്നത് ഇങ്ങനെയാണ്. ആ കേസ് എന്ത് ചെയ്തു? ഡിസ്പോസ് ചെയ്തു. കണ്ടായിരുന്നോ? അവിടെ കേസിന്റെ നമ്പർ വന്നിട്ട് WPC 2771/2025. നിങ്ങൾക്ക് ഡൽഹി ഹൈക്കോർട്ടിൽ കയറിയിട്ട് അവിടെ WPC ആയിട്ട് കേസ് നമ്പർ കൊടുത്താലും നിങ്ങൾക്ക് അത് കിട്ടും. കേസിന്റെ നമ്പർ വന്നിട്ട് 2771 ആണ്. അതായത് നിരഞ്ജൻ കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ആ കേസാണ്. അപ്പൊ അവിടെ ആ കേസ് എന്ത് ചെയ്തു? ഡിസ്പോസ് ചെയ്തു. എന്ന് വെച്ചാൽ സംഭവിച്ച ഇതാണ്, ആ കേസ് വീണ്ടും എങ്ങോട്ട് വിട്ടായിരുന്നു? കാറ്റിലേക്ക് വിട്ടായിരുന്നു. അതായത് ഫസ്റ്റ് നോക്കുക, കാറ്റിൽ നിന്നാണ് ആദ്യം എങ്ങോട്ട് പോയത്? ഹൈക്കോർട്ടിലേക്ക് പോയത്. ഇപ്പൊ ഹൈക്കോർട്ടിൽ നിന്ന് വീണ്ടും എങ്ങോട്ട് വിട്ടു? കാറ്റിലേക്ക് വിട്ടായിരുന്നു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് വിട്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് ഒരു നിർദ്ദേശം കൊടുത്തായിരുന്നു, 1 മാസത്തിനകത്ത് വെച്ച്, അതായത് ഓഗസ്റ്റ് 26 വെച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഒരു തീരുമാനമാക്കണം എന്നൊരു നിർദ്ദേശവും കൊടുത്തായിരുന്നു. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. അപ്പോ ഓഗസ്റ്റ് 26 വരെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഇങ്ങനെ അങ്ങ് പോകും.
ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഇവിടെ നടക്കുന്നത്? ആദ്യം കാറ്റിൽ പോയി, കാറ്റിൽ നിന്ന് ഹൈക്കോർട്ടിലേക്ക് വന്നു, ഹൈക്കോർട്ടിൽ നിന്ന് വീണ്ടും എങ്ങോട്ട് പോയി, കാറ്റിലേക്ക് പോയി, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഈ കേസിന്റെ മൊത്തം ഒരു ഹിസ്റ്ററി. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, കുറെ ആൾക്കാരുണ്ട്, കുറെ കുട്ടികളുണ്ട്, അയ്യോ കേസ് മാറ്റും, നോട്ടിഫിക്കേഷനിൽ ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റം വരും. മക്കളെ, എൻ്റെ അനുഭവം കൊണ്ട് പറയാം, ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം എത്രയാണെന്നറിയാം? ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം 1,12,00,000 ആൾക്കാരാണ് അപ്ലൈ ചെയ്തത്. ചില്ലറയൊന്നുമല്ല, 1,12,00,000 ആൾക്കാർ. എല്ലാവരും ഇത്രയും കാശൊക്കെ കൊടുത്ത് എന്ത് ചെയ്ത് 500 രൂപ കൊടുത്ത് അപ്ലൈ ചെയ്താൽ 1,12,00,000 ആൾക്കാർ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഓഗസ്റ്റ് 7 മുതൽ സെപ്റ്റംബർ 8 വരെ ഏത് എക്സാം നടക്കാൻ പോവുകയാണ്? അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം നടക്കാൻ പോകുന്നത്. NDPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം നടക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നോക്കുക, ഓഗസ്റ്റ് 7 മുതൽ സെപ്റ്റംബർ 8 വരെ റെയിൽവേയുടെ ഏത് എക്സാം നടക്കാൻ പോകുന്നു? അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം നടക്കാൻ പോവുകയാണ്. CN നമ്പർ 06/2024. അവിടെ സെപ്റ്റംബർ 8 മുതൽ സെപ്റ്റംബർ 18 വരെ, സെപ്റ്റംബർ 8 മുതൽ സെപ്റ്റംബർ 18 വരെ ഏത് എക്സാം നടക്കാൻ പോകുന്നു? CHSL എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ റെയിൽവേക്ക് എന്തായാലും എക്സാംസ് ഉണ്ടെന്ന് കിട്ടാൻ പോകുന്നൊന്നുമില്ല. അടുത്ത സെപ്റ്റംബർ 18 ശേഷം ഒരു നോട്ടിഫിക്കേഷൻ പെൻഡിങ് ഉണ്ട്. അതായത് ഇപ്പോൾ വന്ന പരീക്ഷകൾ ഏതൊക്കെയാണ്? ഗ്രാജുവേറ്റ് വന്നായിരുന്നു, NTPC ഗ്രാജുവേറ്റ് വന്നായിരുന്നു. NTPC ഗ്രാജുവേറ്റ് എത്രയാണ്? 05/2024. അതാണ് CN നമ്പർ വരുന്നത്. അതിനുശേഷം NTPC അണ്ടർ ഗ്രാജുവേറ്റ് വന്നായിരുന്നു, 06/2024. നമ്മുടെ ഗ്രൂപ്പ് ഡി നോക്കുകയാണെങ്കിൽ എത്രയാണ്? ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ ലെവൽ 1 പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ CN നമ്പർ എത്ര? 08/2024. ഇവിടെ ഒരെണ്ണം പെൻഡിങ് ഉണ്ട്. ഏതാണ്? 07/2024 പെൻഡിങ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മിനിസ്റ്റീരിയൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ആ പോസ്റ്റ് പെൻഡിങ് ഉണ്ട്. അപ്പൊ അടുത്ത് വരുന്ന എക്സാം ഏതായിരിക്കും? 07/2024 ആയിരിക്കും. അപ്പൊ അതെന്തായാലും സെപ്റ്റംബർ 18 ശേഷം ഒരു ഒക്ടോബർ ആദ്യം വരെയൊക്കെ എന്ത് ചെയ്യാം, ആ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. ഒക്ടോബറിൽ തന്നെ ഏത് നടക്കും? ഗ്രൂപ്പ് ഡി നടക്കും. ഇപ്പോൾ ഓഗസ്റ്റ് 26 അല്ലെങ്കിൽ ഓഗസ്റ്റ് 26 മുമ്പായിട്ട് സംഭവിക്കാൻ പോകുന്ന ഇതെല്ലാം ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ITRക്കും കൂടെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഗ്രൂപ്പ് 10th ആണ് ക്വാളിഫിക്കേഷൻ. 10th നിങ്ങൾ ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ കണ്ടാൽ മനസ്സിലാവും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഒന്നുകിൽ ക്വാളിഫിക്കേഷൻ 10th ഓർ IT അങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, 10th ക്ലാസ് പാസ്സായാലും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? IT-ലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്കും എക്സാം എഴുതാന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ അങ്ങ് സംഭവിക്കും, ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ ഇതൊന്നും, ഒരു പഠിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ ഇതൊന്നും നോക്കിയാൽ, ഇതിലോട്ടൊന്നും ഫോക്കസ് ആവാതിരിക്കും, ഉറപ്പായിട്ടും എന്ത് ചെയ്യും? എക്സാം നടക്കും. ഇത്രയും അധികം വേക്കൻസികളും കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരാൾ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നൊന്നും തരാൻ പോകുന്നില്ല. നമ്മൾ പഠിച്ചാലേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. അപ്പൊ എന്റെ പോയിന്റ് ഇതാണ്, ഒക്ടോബറിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഒക്ടോബർ, കാരണം സെപ്റ്റംബർ വരെ എന്തായാലും നടക്കാൻ ചാൻസ് ഇല്ല. അതായത് ഇത്രയും എക്സാംസ് എന്തുകൊണ്ട് നടക്കാനുണ്ട്. ഒക്ടോബറിൽ നമുക്കൊരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ 2 മാസമൊക്കെ നമുക്ക് ഈ ഗ്രൂപ്പ് ഡി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2-3 മാസമൊക്കെ ഗ്രൂപ്പ് ഡി എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം 1,10,00,000 ആൾക്കാർ, 12,00,000 ആൾക്കാർ എഴുതുന്ന ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഒരു സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒക്ടോബറിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഡേറ്റ് വെച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. അല്ലാതെ ഇതൊന്നും നോക്കി കേസ് എന്തായി, ബാക്കി അതെന്തായി, ഇതൊന്നും നോക്കിയിരിക്കരുത്. ഒന്നും നടക്കാൻ പോകുന്നില്ല, എല്ലാം കൃത്യമായിട്ട് നടക്കും. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാംസിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതി. ഇതിനു മുമ്പും ഇതുപോലെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. ഇത് ഇന്ത്യയാണ്, ഇത് ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ കുത്തിയിരുന്ന് പഠിച്ചോ. ഇത്രയും അധികം വേക്കൻസി കിടക്കാണ്. ഇത്രയും അധികം വേക്കൻസി എന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ തന്നെ 32,000 വേക്കൻസി ഉണ്ട്. ഇപ്പൊ ചെന്നൈയൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ ലെവൽ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്ലൈ ചെയ്യുന്ന 250 ഒരാൾക്ക് ജോലി. UR ഒക്കെ ആണെങ്കിൽ 150 ഒരാൾക്ക് ജോലി. മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ 250 ഒരാൾക്ക് ജോലി. ഇതാണ് നിലവിലെ അവസ്ഥ. നിങ്ങൾ ബാക്കിയുള്ള എക്സാംസ് എന്ന് എടുത്ത് നോക്കുക. ഇപ്പോൾ SSC എക്സാംസ് ഒക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അവിടെ വെൻഡർ മാറിയായിരുന്നു. വെൻഡർ മാറിയപ്പോൾ ഇപ്പൊ എന്ത് സംഭവിച്ചു? കറണ്ട് അഫയേഴ്സ് ഒക്കെ ആണെങ്കിൽ 2019 മുതലുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു. റീസണിങ്ങും മാത്സ് ഒക്കെ ആണെങ്കിൽ മാത്സ് പ്രത്യേകിച്ച് കട്ടപ്പാടുള്ള ക്വസ്റ്റ്യൻസ് ആയി. പാറ്റേൺ എന്ത് ചെയ്തു? ഫുൾ അങ്ങ് മാറിയായിരുന്നു. അപ്പൊ അവിടെ ഇപ്പൊ CGL വരുമ്പോഴും ഏതാണ്ട് അതേപോലെയൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യം, നമ്മുടെ പിള്ളേർ മൊത്തം പഠിച്ചു വെച്ചേക്കുന്ന പഴയ പാറ്റേൺ അനുസരിച്ച് എന്ത് ചെയ്തേക്കുക? 1 വേർഡ് ആണ് അവർ ഫോക്കസ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ മാറി, വെൻഡർ മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? ക്വസ്റ്റ്യൻ മൊത്തം അങ്ങ് മാറി. അപ്പൊ അവിടെ അങ്ങോട്ട് അവസരങ്ങൾ എങ്ങനെയായിരിക്കും? ആ ലെവലായിരിക്കും. അപ്പൊ നമുക്ക് ജോലി കിട്ടി പോവാനുള്ള ഏറ്റവും നല്ല സമയം ഇതാണ്. നിലവിൽ തന്നെ 32,000 വേക്കൻസി കിടപ്പുണ്ട് ഗ്രൂപ്പ് ഡിക്ക്. മാത്രമല്ല അത് എത്ര വരെ ആകാൻ ചാൻസ് ഉണ്ട്? 50,000+ വേക്കൻസി ആകാനായിട്ട് ചാൻസും ഉണ്ട്.
ഈ അവസരം ആരാണോ നന്നായിട്ട് ഉപയോഗിക്കുന്നത് അവൻ എന്ത് ചെയ്യും, ജോലിയും കൊണ്ടങ്ങ് പോകും. അപ്പോൾ ഫോക്കസ്ഡ് ആവുക. നിങ്ങളെ ലൈഫിൽ അത്ഭുതം കാണിക്കാനായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. കോമ്പറ്റീഷൻ ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പൊ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ 150 ഒരാൾക്ക് ജോലി അല്ലെങ്കിൽ 250 ഒരാൾക്ക് ജോലി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വെച്ച് ഞാൻ പറയുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, അപ്ലൈ ചെയ്യുന്ന എല്ലാവരും പോയി പഠിക്കുന്നുണ്ടോ? ഇല്ല. കുറച്ച് ആൾക്കാരെ പഠിക്കത്തുള്ളൂ. പക്ഷെ ഇതൊരു ഫിസിക്കൽ ഉള്ള ഒരു ജോബാണ്. ഫിസിക്കൽ ടെസ്റ്റും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഫിസിക്കൽ എത്ര പേർക്ക് പാസ്സാവാൻ പറ്റും? കുറച്ച് പേർക്കേ പാസ്സാവാൻ പറ്റത്തുള്ളൂ. കുറെ ആൾക്കാർ എന്ത് ചെയ്യും, NTPC അങ്ങ് പോകും, ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും കിട്ടി അങ്ങ് പോകും. അവിടെ വീണ്ടും എന്ത് ചെയ്യും, കോമ്പറ്റീഷൻ കുറയും. അപ്പോൾ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല അവസരം ഇതാണ്. ഈ അവസരം എന്ത് ചെയ്യുക, നന്നായിട്ട് യൂസ് ചെയ്തോ, ഇരുന്ന് പഠിച്ചോ, ഈ എക്സാം ക്രാക്ക് ചെയ്യുക, കൊണ്ടേ പോവാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ പരീക്ഷയുടെ അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന സംഭവങ്ങളുടെ ഒരു ഹിസ്റ്ററി ഞാൻ ഈ പറഞ്ഞതാണ്. ഇനി നമ്മൾ സൂപ്പർ നോട്ട്സ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിനായിട്ടും ഒരു അടിപൊളി ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും, മലയാളത്തിലും ക്ലാസ് കിട്ടും, ഇംഗ്ലീഷിലെ നോട്ട്സ് കിട്ടും, മലയാളത്തിലെ നോട്ട്സ് കിട്ടും. അതേപോലെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും, മലയാളത്തിലെയും ക്വസ്റ്റ്യൻസ് കിട്ടും. ഒരുപാട് ടെസ്റ്റ് പാക്കുകളുണ്ട്, മൈക്രോ നോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ സപ്പോർട്ടുമായിട്ട് നമ്മൾ ഗ്രൂപ്പ് ഡിയുടെ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ നോട്ട്സിൻ്റെ ഒക്കെ ഒരു പവർ എന്താണ്, നമ്മുടെ ക്ലാസിൻ്റെ ഒക്കെ ഒരു പവർ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു എക്സാം സെൻറ്ററിൽ പോകുമ്പോൾ, ഇപ്പോൾ SSC എക്സാംസ് ഒക്കെ എഴുതിയ ആൾക്കാർ, നമുക്ക് SSC എന്നൊരു സാധനമേ നമുക്കില്ല. പക്ഷേ നിങ്ങൾ SSC എക്സാം എഴുതാനായിട്ട് ഒരു സെൻറ്ററിൽ പോകുമ്പോൾ അവിടെ ഏറ്റവും അധികം കുട്ടികളുടെ കയ്യിലിരിക്കുന്ന നോട്ട്സ് റെയിൽവേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത മൈക്രോ നോട്ട്സ് ആണ്. നമ്മുടെ ബാക്കിയുള്ള നോട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും മികച്ച നോട്ട്സ്, ഏറ്റവും മികച്ച ക്ലാസ്, ഏറ്റവും മികച്ച മെറ്റീരിയൽസ് എല്ലാം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ ഫോർമാറ്റിൽ അടിവരയിട്ട് പറയും. അതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലാതെ ഒരു NCERT സ്കൂൾ ടെക്സ്റ്റ് എടുത്തിട്ടിട്ട് അണ്ടർലൈൻ ഇട്ട് പോകാൻ എല്ലാവർക്കും പറ്റും, വലിയ പാടൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ ഗ്രൂപ്പ് ഡിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഏതാണ്ട് 18+ ഫാക്കൽറ്റിയാണ്. ഇംഗ്ലീഷും കൂടെ ചേർത്ത് വരികയാണെങ്കിൽ 30+ ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഓരോ വിഷയത്തിനും ഓരോ എക്സ്പേർട്ട് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, അവർ പോകത്തുള്ളൂ. അപ്പോൾ ഇനിയും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സമയമുണ്ട്, ഇനിയും അത് ആക്സിലറേറ്റ് ചെയ്യാൻ സമയമുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്തോ. അപ്പോൾ നന്നായിട്ട് പഠിച്ചോ. കേസോ ബാക്കിയോ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പഠിത്തത്തിൽ മാത്രം എന്ത് കൊടുക്കുക, ഫോക്കസ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 1700 രൂപ മാത്രമേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചോ. ഇതൊന്നും ശ്രദ്ധിക്കേണ്ട, പഠിത്തത്തിൽ മാത്രം ഫോക്കസ് കൊടുക്കുക. നമ്മളിതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മെയിൻ പണി നടക്കത്തില്ല, പഠിത്തം നടക്കത്തില്ല, ബാക്കിയെല്ലാം നടക്കും. പഠിക്കുന്ന ഒരു ജോലിയും കൊണ്ടാകും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ. സ്വപ്നം കണ്ടോ, ഈ ജോലിയിലേക്ക് നിങ്ങളിങ്ങനെ നടന്നു കയറുന്നത് സ്വപ്നം കണ്ടോ. മറ്റൊരു സെഷനിൽ കാണാം.